ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസിലേക്കുള്ള നൈറ്റ് മാർച്ച് തുടരുകയാണ്. സമരജ്വാല എന്നാണ് പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാജ്ഭവൻ പരിസരത്ത് നിന്നാണ് ആ മാർച്ച് ആരംഭിച്ചത്. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് അത് തടയും. അല്ലമീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അമീൻ, ആ പ്രതിഷേധ മാർച്ച് എവിടെ എത്തിയിട്ടുണ്ട്? സമാധാനപരമായിരിക്കും മാർച്ച് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ ജയശങ്കർ റിപ്പോർട്ട് ചെയ്തത്. വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമൊക്കെ ഉണ്ടോ മാർച്ചിൽ? വിജയകുമാർ, രാജ്ഭവൻ സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിന്റെ അടുത്തേക്ക് എത്തിക്കില്ല. അതിനു മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ സമരങ്ങളെല്ലാം ഈ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്തുകൊണ്ട് തടയലാണ് പതിവ്. യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ മാർച്ചും ഈ നൈറ്റ് മാർച്ചും ആ രീതിയിൽ തന്നെയാണ് പോലീസ് നേരിടുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഓരോയിടത്തും പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകരാണ് പന്തം കൊളുത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ഈ പ്രതിഷേധ മാർച്ചുമായും എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ CIക്കെതിരെ ഉൾപ്പെടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി തന്നെയാണ് പ്രവർത്തകർ പറഞ്ഞത്. കാരണം തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അത് മുൻനിർത്തിയുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി തുടരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഈ പ്രതിഷേധം സമാധാനപരമായിരിക്കുമെന്ന് നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ പ്രവർത്തകർ വന്ന ഉടനെ തന്നെ പോലീസിന് നേരെ കമ്പുകൾ വലിച്ചെറിയുന്ന ഒരു കാഴ്ച കൂടി കാണാം. പന്തം കത്തിച്ചു വന്ന കമ്പുകൾ, തടിക്കഷ്ണങ്ങൾ പോലീസിന് നേരെ ചില പ്രവർത്തകർ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമാധാനപരമായി പ്രവർത്തകർ ഇവിടെ എത്തി നിലയുറപ്പിച്ചിരിക്കുകയാണ്. VT ബൽറാം MLA ആണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. പോലീസിന് നേരെ കല്ലുകൾ പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. പോലീസ് ജലപീരങ്കി വാഹനമായ വരുണൊക്കെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ മറ്റു പല മന്ത്രിമന്ദിരങ്ങളും ഈ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലാണ്. അവിടേക്ക് കയറുന്നതിനും പല ഇടപെടലുകളും ഒക്കെ ഈ പ്രദേശത്തുണ്ട്, ഈ സമീപത്തുണ്ട്. അവിടങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കാരണം മറ്റേതെങ്കിലും വഴികളിലൂടെ പ്രതിഷേധം ഉണ്ടാകുമോ, പ്രതിഷേധക്കാർ കടന്നു വരുമോ എന്നുള്ളത് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിന് നേരെ കല്ലേറ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫ്ലക്സ് ബോർഡ്, മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡ് തച്ചു തകർക്കുന്ന ഒരു കാഴ്ച കൂടി കാണാം. ഈ പ്രതിഷേധം ഒരു പ്രകോപനപരമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കൂടി നമുക്കിപ്പോൾ ചിലയിടങ്ങളിൽ കാണാനാകും. പോലീസ് ഒരു നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതും നോക്കേണ്ടതാണ്. ഈ രാജ്ഭവന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ക്ലിഫ് ഹൗസിന് സമീപത്തേക്ക് വരുമ്പോൾ സമാധാനപരമായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫ്ലക്സ് ബോർഡുകളൊക്കെ ഇപ്പോൾ തച്ചു തകർക്കുന്ന ഒരു കാഴ്ച. വന്നിറങ്ങിയ പ്രവർത്തകർ പോലീസിന് നേരെ വലിയ രീതിയിലല്ല, വ്യാപകമായിട്ടുള്ള എങ്കിൽ കൂടിയും കല്ലുകളും കമ്പുകളും വലിച്ചെറിയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനായി. യഥാർത്ഥത്തിൽ പോലീസ് ഇതുവരെയും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ പ്രവർത്തകർ, പന്തം കൊളുത്തി വന്ന പ്രവർത്തകർ അവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ അവർ ഉയർത്തി വന്ന പന്തം അതെല്ലാം റോഡിൽ വെച്ചിട്ട് കൂട്ടിവെച്ച് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. VT ബൽറാം MLA, ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. വലിയ പ്രവർത്തക പങ്കാളിത്തവും ഇവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ അവർക്കിടയിലുള്ള വിഭാഗീയത കാരണം A ഗ്രൂപ്പിലെ പ്രവർത്തകർ നേരത്തെ മാറി നിന്നിരുന്നു. പല പരിപാടികളിലും അവർ വിട്ടുനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉമ്മൻചാണ്ടി ബ്രിഗേഡ് എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ ആ ഫ്രാക്ഷനും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും ഏതാണ്ട് നല്ലൊരു പ്രവർത്തകരെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിനായിട്ടുണ്ട്. നിലവിൽ സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. വലിയ പോലീസ് വലയം ഈ ബാരിക്കേഡിനപ്പുറത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാരിക്കേഡ് ഭേദിക്കാനോ ബാരിക്കേഡിന് മുകളിൽ കയറുന്നതിനോ ഒന്നും തന്നെ പ്രവർത്തകർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു തീപ്പന്തം കൊണ്ട് ബാരിക്കേഡിന് മുകളിൽ വെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. സാധാരണ സമര പരിപാടികൾക്ക് വരുമ്പോൾ ബാരിക്കേഡിന് മുകളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനപ്പുറം ഒരു തീ കത്തിച്ച് ബാരിക്കേഡിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനാകും. നിലവിൽ സമാധാനപരമായി തന്നെ പോകുന്നു. പക്ഷേ പ്രവർത്തകരെ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും അതുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് പല ജില്ലകളിലും നടന്ന പ്രതിഷേധ പരിപാടികൾ സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ നൈറ്റ് മാർച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ
അറസ്റ്റിനെ ചുക്കാൻ പിടിച്ചതെന്ന് ഇന്നലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്ന് മാത്രമല്ല പോലീസും ആഭ്യന്തര വകുപ്പും ചേർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ജയിലിലാക്കുന്നതിനും ജാമ്യം നിഷേധിക്കുന്നതിനും പലതരത്തിലുള്ള അട്ടിമറി നീക്കങ്ങൾ നടത്തി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയം സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്നത്. അതിനിടെയാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. അതിനിടെ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. പന്തം കൊളുത്തി ഉള്ള പ്രകടനം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിന് മുന്നിൽ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. ഏതെങ്കിലുമൊക്കെ നേതാക്കൾ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്യുമോ? ഇപ്പോൾ VT ബൽറാമിനെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, അബിൻ വർക്കിയുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവോ മറ്റോ അവിടേക്ക് എത്താനുണ്ടോ? ഒരു പ്രതിഷേധ സമ്മേളനം എന്ന മട്ടിൽ ഈ പന്തംകൊളുത്തി പ്രകടനം അങ്ങനെ അവസാനിപ്പിക്കാനാണോ നീക്കം? ഈ പ്രതിഷേധ മാർച്ച് VT ബൽറാം ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. മറ്റു മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് പോലെ വലിയ നേതാക്കളൊന്നും ഇങ്ങോട്ട് വരുന്നതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചത്. അദ്ദേഹം തന്നെയാണ് രാജ്ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഈ പ്രതിഷേധ മാർച്ചിനെ VT ബൽറാം അവിടെ നിന്ന് തന്നെ അനുഗമിച്ച് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിയൊക്കെ അവസാനിപ്പിച്ച് കൊണ്ടുവന്ന പന്തം, ഈ പന്തം അതെല്ലാം കൂടി റോഡിൽ കൂട്ടിയിട്ട് അതിനു മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ വൈകാതെ VT ബൽറാം പ്രവർത്തകർ അഭിസംബോധന ചെയ്തേക്കാം. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു വൈകാരിക പ്രതികരണങ്ങളിലേക്ക് പ്രവർത്തകർ നീങ്ങുമോ, ഇനി അതല്ല സമാധാനപരമായി പിരിഞ്ഞു പോകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. സാധാരണ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നുകിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രകോപനപരമായ രീതിയിലേക്ക് മാറും, അതല്ലെങ്കിൽ നേതാക്കൾ അഭിസംബോധന ചെയ്ത് പിരിഞ്ഞതിനു ശേഷം പ്രവർത്തകർ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു കാഴ്ച സാധാരണ അതാണ് കാണാറ്. പക്ഷേ ഇവിടെ ഈ നിമിഷം വരെയും ഈ പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പന്തം കൊളുത്തി വന്ന ചില തടിക്കഷ്ണങ്ങളും കല്ലുകളും ഒക്കെ നേരിയ തോതിൽ പോലീസിനെതിരെ ഉയർത്തിവിടുന്ന വലിച്ചെറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് പ്രകോപനമൊന്നും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പോലീസും കാര്യമായ ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന സമീപനത്തിലേക്ക് പോലീസും പോയിട്ടില്ല. പക്ഷേ വേണ്ടി വന്നാൽ എന്ത് നടപടിക്കും തയ്യാറായി തന്നെയാണ് പോലീസ് നിലയുറപ്പിച്ചിട്ടുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്, ക്ലിഫ് ഹൗസാണ്, മറ്റു മന്ദിരങ്ങളും ഈ പരിസരത്ത് ഉണ്ട്. അതുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഭാഗത്തൊക്കെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ജലപീരങ്കി വാഹനമായ വരുൺ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിന് അപ്പുറത്ത് വലിയ തരത്തിൽ പോലീസിന്റെ വിന്യാസമുണ്ട്. എന്ന് മാത്രമല്ല ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാനാകുന്ന ഈ പരിസരത്തെ മറ്റു പല ഇടറോഡുകൾ കേന്ദ്രീകരിച്ചും വലിയ തരത്തിൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ സംഘർഷ അന്തരീക്ഷത്തിലേക്ക് പോകില്ല, സമാധാനപരമായി തന്നെ ഈ സമരം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ഈ മണിക്കൂർ വരെയും അല്ലെങ്കിൽ സമരത്തിന്റെ ഈ ഘട്ടത്തിലും സമാധാനപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഇപ്പോൾ നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ് സംസാരിക്കുന്നത്. അല്പസമയത്തിനകം VT ബൽറാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷമുള്ള പ്രവർത്തകരുടെ ഒരു പ്രതികരണവും നീക്കവും ഈ സമരത്തിന്റെ തുടർ രീതിയും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. പോലീസും തുടരുക. ഏതായാലും ഇതുവരെ പ്രവർത്തകർ സമാധാനപരമായാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. അവർ കൊണ്ടുവന്ന ആ പന്തം അതൊക്കെ ആ റോഡിൽ കൂട്ടിയിട്ട് ഒരു വലിയ തീക്കുണ്ടമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനു ചുറ്റും പ്രവർത്തകർ ഇപ്പോൾ നിൽക്കുകയാണ്. സംസ്ഥാന ജില്ലാ നേതാക്കൾ ആ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് ഒക്കെ വളരെ ദൂരെ ഏതാണ്ട് ദേവസ്വം ബോർഡ് ജംഗ്ഷന് സമീപം ആ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. നേതാക്കൾ സംസാരിക്കുകയാണ്. AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, ബാരിക്കേഡിന് അപ്പുറത്ത് പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. വരുൺ അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് സമീപത്തെ ഇടവഴികളൊക്കെ പോലീസിന്റെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ തന്നെയാണ്. സമാധാനപരമായിരിക്കും സമരമെന്ന് ഇതിനോടകം നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ പ്രകോപനമൊന്നുമില്ലല്ലോ അല്ലേ? സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ച് സമരം ചെയ്തു. ആ സമരത്തിന്റെ പേരിലാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരനോടാണ് പറയുന്നത്. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മളറിയാം, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. ഏതെങ്കിലും മോഷണ കേസിലെ പ്രതിയല്ല, ഏതെങ്കിലും കൊലക്കേസിലെ പ്രതിയല്ല, ഏതെങ്കിലും പെൺവാണിപ്പ കേസിലെ പ്രതിയല്ല. ഇവിടത്തെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉണ്ടല്ലോ, മാങ്ങ മോഷ്ടിച്ച പോലീസ് ഉണ്ടല്ലോ, നമുക്കെല്ലാം അറിയാം. ഇവിടെ പ്രതികളുടെ ഭാര്യയുമായി ചുറ്റിക്കളിച്ച കേരളത്തിലെ പോലീസിനെ നമുക്കറിയാം. പോക്സോ കേസിലെ ഇരകളെ പോലും വെറുതെ വിടാത്ത കേരള
കേരള പോലീസാണ് തികഞ്ഞും മാന്യനായ ഏറ്റവും വലിയ ജനാധിപത്യ യുവജന സംഘടനയുടെ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. ഇതൊരു താക്കീതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിശക്തമായ സമരം കേരളത്തിലെ യുവജനതയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ ദീർഘമായി ഒന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ രോഷം എന്താണ് എന്ന് നമ്മുടെ മുന്നിൽ കാണാവുന്നതാണ്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട VT ബലറാം അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ നായകൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷജീർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുതാജ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഈ സമര സായാഹ്നത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇരുട്ടിന്റെ മറവിൽ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ കയറി, അതിക്രമിച്ചു കയറി, വാതിൽ മുട്ടി, വാതിൽ പൊളിച്ചകത്ത് കയറി ഈ നിലയിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ക്ലിഫ് ഹൗസിലേക്കുള്ള ഈ മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞു. പ്രവർത്തകരുടെ പ്രതിഷേധ ധർണ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. VT ബൽറാം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ് ഇപ്പോൾ.